വീണ്ടും അങ്ങനെ തന്നെ വന്ന് ഞാനിനി അടുപ്പിച്ച് കുറച്ച് ദിവസം ചിലപ്പം നല്ല അടുപ്പിച്ച് കുറച്ച് ദിവസം നാളെ കൂടെ നാളത്തെ ലൈവ് കഴിഞ്ഞാൽ മറ്റന്നാൾ ലൈവ് ഉണ്ടാവില്ല. മറ്റന്നാൾ കണ്ണാപ്പിയുടെ ഗെയിമിംഗ് റൂമിന്റെ ഇനാഗുറേഷന്. നിങ്ങൾ കളിക്ക്. ഞാൻ ഇന്ന് ലൈവ് നിർത്തുന്നതിന് മുമ്പേ നിങ്ങൾ ടയർഡ് ആവുമ്പോ ഞാൻ F1 കളിക്കും. F1 142. ഞാൻ എനിക്ക് ഉറക്കം വരുന്നവരെ ഞാൻ ഇരിക്കാൻ പോവാ. ഞാനുണ്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ബ്രോ. ഇതുണ്ടല്ലോ വീണ്ടും പോടും മിസൈൽ പോലെ. ഇല്ല നിങ്ങൾ ഇതിനകത്ത് എന്നെ കൂട്ടണ്ട. അല്ല ഞാൻ ഫിനിഷിംഗ് പോയിന്റ് എത്തുമ്പോഴത്തേക്ക് മാറിത്തരാം. വണ്ടി പൊളി കണ്ടോളാം കേട്ടോ നിങ്ങളായിരിക്കുന്ന. ഏതില് ഫീഡ്ബാക്ക് വന്നോളൂ ഇപ്പൊ. ഫീഡ്ബാക്ക് ഇല്ല ഫീഡ്ബാക്ക് ഇല്ല ചേട്ടാ. ഈ വണ്ടി ഫീഡ്ബാക്കേ ഇല്ല. ഈ വണ്ടിക്ക് നേരത്തെ ഞാൻ ഇട്ടതല്ല. അള്ളിയാ കേട്ടോ. ഞാൻ കറങ്ങി. ഇത് ബിജിലാണ് ഉണ്ടാക്കിയ മാപ്പാണ്. കള്ളക്കുകളി ഇൻകമിങ് വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുകൊണ്ടാണ്. എന്താ നിനക്ക് ഒരു കുത്തിക്കയറ്റുണ്ട്. അപ്പൊ ഡോൺ ചേട്ടൻ ഒരു കാര്യം ചെയ്യും, എല്ലാ ദിവസവും ഇങ്ങനെ മാപ്പൊക്കെ ഉണ്ടാക്കും, അതിനെ നമുക്ക് കളിക്കാം. എനിക്ക് ദിവസം ഞാൻ നിങ്ങൾ ആരും ഇല്ലാത്ത ദിവസം ഉണ്ടാക്കിയതാ. ഇവിടെ നല്ലൊരു കുത്തിക്കയറ്റമാണേ. മിനി മാപ്പ് നോക്കി അങ്ങ് പൊക്കോ, പടത്തവരെ വിളിച്ചിട്ട്. ഒരങ്ങനല്ല, പൊളിയതാണ്. പോട്ടെ ലോക്കല്ലേ നിങ്ങളുടെ കയറും, പക്ഷെ എന്റെ കയറത്തില്ല. ആ കയറി ഇത് എന്തൊരു കഴിയല്ലേ ഡോൺ ചേട്ടാ ഇതൊക്കെ. കേറിക്കോ. ഇത് രാത്രി എന്തടിച്ചിട്ടുണ്ടാക്കിയത് ഇത്? ഇവിടെ കേറത്തില്ലെന്ന് പറഞ്ഞില്ലേ? ഇനി അങ്ങോട്ട് ഹരം പിടിക്കും കേട്ടോ. എന്റെ ആരും പിടിക്കണ്ട. എനിക്ക് എന്തെങ്കിലും മിസ്സായോ?
ആ ആ, ആ, ആ. ഇത് സ്റ്റിയറിംഗ് കിടന്ന് ഒഴുകുന്നു. വണ്ടി എങ്ങനെയുണ്ട്? മാപ്പ് ഉള്ള വണ്ടി മാത്രമേ ഉള്ളൂ ചോദം. മാപ്പ് ഉള്ള ഈ വണ്ടിയാണ് ഞാൻ നേരത്തെ ഇട്ടിട്ട് നമ്മള് ഇറങ്ങി പോയത്. കൊള്ളത്തില്ലെന്ന് പറഞ്ഞു. മറ്റേ മരിച്ചീനി വിളയെ കൂടെ ഉള്ള മാപ്പ് ഉണ്ട്, പക്ഷെ അത് സമയം എടുക്കും കുറെ ഉണ്ടാക്കാൻ. മറ്റേ കപ്പ 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 ഉണ്ടല്ലോ, നിനക്കറിയ മരിച്ചീനി എന്താന്ന്? മരിച്ചീനി അറിയാം, പക്ഷെ ഇതിലുണ്ടാന്ന് മറ്റേ എന്താ പറയുന്നേ? ഇല്ല അത് തന്നെ ആ സാധനം തന്നെ. അതന്നെ പറഞ്ഞു റബ്ബറും കാട് അത് മരിച്ചില്ലല്ലോ. അതിലെ മാറ്റി പറഞ്ഞത്. നീ പറഞ്ഞതല്ലേ? ഇത് അണ്ണ ഓടിച്ചതിന്റെ പാതയാണിത് ആയിരിക്കും. ഇത് ഞാൻ പറയാം, എന്താ പറയാ, ഡോൺ ചേട്ടൻ ഇത് അടിച്ച് കിളിയായിട്ട് എന്തോ ഇരുന്ന സമയത്ത് എവിടെയോ വണ്ടി ഓടിച്ചോണ്ട് പോയടത്തൂടെ എല്ലാം മാർക്ക് ചെയ്ത് കേട്ടാ. അതാണ് ഇവിടെ എന്തരി ഇതെന്തരി ഈ സ്വിച്ച് എന്തരി. പക്ഷെ ഞാൻ കോച്ചിനെ മനസ്സിൽ കണ്ടോണ്ട് എല്ലായിടത്തും ചെക്ക് പോയിന്റ് വെച്ച്. കോച്ചിനെ മാത്രല്ല, ചില ചെക്ക് പോയിന്റ് കട്ട് ചെയ്യുന്ന കുറച്ച് അതെ ഹിറ്റ്മാൻ ഹിറ്റ്മാൻ ചെക്ക് പോയിന്റ് മിസ്സായി. കണ്ട കട്ട് ചെയ്ത് തന്നാ ഹിറ്റ്മാൻ ഗെയിമിംഗ്. ഇതൊക്കെ കർമ്മയാണ് ബ്രോ, ഇതൊക്കെ കർമ്മ. ഈ അണ്ടി വന്നിട്ട് ഞാൻ എങ്ങനെ പിടിക്കാനാ കൈയ്യണ്ട് കൊത്തി പിടിച്ചോ. ക്ലാസിക് കോമഡികളാണല്ലോ കുറെ. പിന്നെ നീ എന്തല്ല ചൂണ്ടുള്ളോണ്ടാ പിടിക്കുന്ന? എങ്ങനെ ഗാവൊക്കെ ഇട്ടപ്പോ കോമ്പറ്റീഷൻ ഇല്ല. സത്യല്ലേ നമുക്കൊന്നും തോന്നിട്ടില്ലേ? ഒരു പോയിന്റ് സ്കോർ ചെയ്യണം എന്നിട്ട് സംസാരിക്കണം. ആട്ടും കാട്ടേ നമ്മള് 2-0 ആക്കിയായിരുന്നു. ആണോ? എന്നിട്ട് ഞാൻ തിരിച്ചു വന്ന് 3-0 ആക്കി. ഇപ്പം അതിനൊന്നും പറയല്ലേ? എന്നാ ഇനി മുന്നിൽ കയറുമ്പോ, ഇനി താളം മുന്നിൽ കയറുമ്പോ അമ്മോ അതെന്തോ ഡോണ്ടിടാലോ. ഈ കളി ഡോൺ ചേട്ടൻ ഫസ്റ്റ് അടിച്ചാലും ഞാനാണല്ലോ. അതാ ഡോൺ ചേട്ടന് മുമ്പിൽ ആരടിക്കും, ബാക്കിൽ ആരടിക്കും അവര് ജയിച്ചു. അതാണ് നമ്മുടെ റൂള്. അതേ ഉള്ളു, ഞാൻ ജയിക്കത്തില്ലേ കളി. വീണ്ടും രാത്രിയിലത്തെ കളി തുടങ്ങിയായിരുന്നു കേട്ടോ. അതായത് ഉണ്ടോ ഇത് എന്തടിച്ചതാ? ഇത് തിരിഞ്ഞു പോയതാണ് ഡോൺ ചേട്ടൻ. നമ്മളെന്തായാലും തിരിയത്തില്ല കേട്ടോ. തിരിയത്തില്ല, കമന്നുള്ളത് അടിക്കും. നീ എങ്ങോട്ടാ ചവിട്ടി കയറി പോന്നേ? അയ്യോ ഇത് തിരുവൊന്നുമല്ല, ഇതൊക്കെ IQ കളിയാ മോനെ ഫുള്ള്. ചെക്ക് പോയിന്റ് മിസ് ചെയ്യുമെന്ന് പറയരുത് പ്ലീസ്, എന്നോട് അത് പറയരുത്. ഇല്ല അതെന്താ തുണിയില്ലായിരുന്നോ വണ്ടി ഓടിക്കുന്നത്? ഇങ്ങോട്ടല്ലല്ലോ മാപ്പ്.
അതാണ് അവിടെ ഒരു ചെക്ക് പോയിന്റ് ഇട്ടിട്ട് ആ ഓക്കെ എഡിറ്റ് ചെയ്യാം കുഴപ്പമില്ല. എഡിറ്റൊക്കെ ചെയ്യാൻ പറ്റുമോ? അതൊക്കെ പറ്റും. അതല്ല നമ്മള് കോൺവോയില് സ്വീപ്പായിട്ട് വന്നിട്ട് ഇങ്ങനെ എല്ലാം ചെക്ക് ചെയ്തത്. ഇൻസ്പെക്ടർ സ്വീപ്പ് ഇതുകൊണ്ട് പിറകെ പിടിക്കാൻ പോലും പറ്റുന്നില്ല. ഇതൊരു ഒരു മിസ്റ്റേക്ക് പോലും ചെയ്യുന്നില്ല. ആരെ എന്റെ സൈഡിൽ നിന്ന് ഒരു മിസ്റ്റേക്ക് ആണോ നോക്കുന്നേ? ആ അല്ലാണ്ട് പിടിക്കാൻ പറ്റൂല. എടാ ഗ്ലൗ ഇട്ട് എന്നെ പേടിക്കണമെന്ന് പറഞ്ഞില്ലേ നിന്റെ അടുത്ത് ഓൾറെഡി? അത് നിനക്ക് ഇപ്പഴും കാര്യം മനസ്സിലായിട്ടില്ല നിനക്ക്. നമ്മൾ എന്തിനാ ഗ്ലൗ ഒക്കെ മേടിച്ച് ഇത്ര വലിയ സ്റ്റിയറിംഗ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മിസ്റ്റേക്ക് കാണിക്കാനാ? കഴിഞ്ഞ 3 മാച്ചായിട്ട് എന്റെ സൈഡിൽ നിന്ന് ഒരു മിസ്റ്റേക്ക് ഇല്ല, അറിയാവോ? സോയ വലിച്ചൂരി. ഹലോ കേക്കാവോ ഹലോ ഓ, ഭയങ്കര അഭിനയം. ആ ഭൈ നല്ല അഭിനയം സോയി. നൈസ് ഇറ്റ്സ് ഓക്കെ സോയി. പോയി You cross ചെക്ക് പോയിന്റ് പോയി എന്റെ ചെക്ക് പോയിന്റ് മാറാൻ കളയാനൊന്നും ടൈമായി. ചെക്ക് പോയിന്റ് പോയി ചെക്ക് പോയിന്റ് ഒന്നും നമുക്ക് വേണ്ടത് നിന്റെ ഓഞ്ഞ പോയി നീ ബാക്കി പോയി കോക്കുന്റെ നാവൊക്കെ കുഴയുന്നല്ലോ കോക്കു. തോൽവി തലയിലടിച്ച് കൊടുക്കുമ്പോഴേ തോൽവി ഇങ്ങനെ തലയിലടിച്ച് കൊടുക്കുമ്പോ നാക്കൊക്കെ കുഴയുന്നുണ്ട് കേട്ടോ. അതെങ്ങനെയാ? ഞാൻ ഒരു ചായ അടിച്ചിട്ട് അടിച്ച ചായ ഒരെണ്ണം കുടിക്കട്ടെ. അത്ര ഉള്ളടാ. നോ കോമ്പറ്റീഷൻ ബ്രോ. ഞാനിങ്ങനെ കോമ്പറ്റീഷൻ ഒന്നുമില്ല. ഇങ്ങനെ ഓടിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് ബോർ അടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഇവര് വണ്ടി സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു 5 മിനിറ്റ് ആയിട്ട് എടുക്കുക. അതായിരിക്കും ഇനി നല്ലത്. അടുത്ത റേസ് തൊട്ടേ നമ്മളെവിടെ കേട്ടിട്ടല്ലേ ഇതേ സെയിം ഡയലോഗ്. ഇവര് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടേ ഞാനൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഇവര് കുറച്ച് ഫ്രണ്ടിലോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് ഡ്രൈവ് ചെയ്ത് തുടങ്ങാം. ഇതിന് മുന്നേ ഇതേ ഡയലോഗ് ഞാൻ ആദ്യം ആയത് അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ റിവേഴ്സ് ഓടിക്കാം. ആദ്യത്തെ ഒരു 5 മിനിറ്റ് നമുക്ക് റിവേഴ്സ് ഓടിക്കാം. അത് കൊള്ളായിരുന്നു. അത് പുതിയതായിരുന്നേ. അത് ഇത് പുതുമയുണ്ട് ഇതിൽ. അതെ ആരൊക്കെ ചാടി തകർന്നു തോന്നുന്നു ഇവിടെ. ചാടിക്കടന്ന് ചാടി ഹിറ്റ്മാൻ ഗെയിമിംഗ് എന്റെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ കുറച്ചു നേരം. പകുതി വെച്ച് പുള്ളി വേറെ അത് ഭിത്തിയിൽ ഹിറ്റ് ചെയ്ത്. ഹിറ്റ്മാൻ ഗെയിമിംഗ് ഇപ്പൊ ബോസ് അടുത്ത് തന്നെ വെക്കും. എന്നിട്ട് പഴയ ഇത് മേടിച്ചിട്ട് വരും കേട്ടാ. ഈ വണ്ടി പറ്റൂല. വണ്ടിക്ക് ഒരു സുഖമില്ല. വണ്ടിക്ക് സുഖമല്ലേ? വണ്ടി ഒന്ന് പെണ്ണ് കെട്ടിച്ചു നോക്ക്. അത് മനസ്സിലായില്ല. അതൊക്കെ വളർന്നു വലുതായ മെച്യൂർഡ് ആയിട്ടുള്ള പിള്ളേർക്ക് മാത്രം മനസ്സിലാവുന്ന കോമഡിയാ. എത്തി ഹിറ്റ്മാൻ എത്തി. പക്ഷെ ബോട്ട് ഇപ്പോഴും ബോട്ടത്തിലാ. മിണ്ടായിരിക്കണേ കളിക്കാത്തവന്മാർക്ക് മിണ്ടായിരിക്കണേ. ആർക്കും കേൾക്കുന്നില്ല. രാജ വാണ പിടിക്കുമെന്നോ? ഇന്നലെ നമ്മള് അവിടുത്തെ അഡ്മിൻസിന് പാട്ടൊക്കെ പാടി കൊടുത്തല്ലേ. ഞാനാണെങ്കിൽ മറ്റേ ഇതുണ്ടല്ലോ അതേത് പാട്ട്? അത് വിഷയം. Diamonds in the sky. So shall I say, you're home. I'm alive. I'm a diamonds in the sky. I know that everything go on right away. Oh, right away. I feel energy. I'm so within.
I saw the lights that shine by tonight. നീ ഇത്ര നന്നായിട്ട് പാടുമായിരുന്നോ? താങ്കളിയാ അത് വിഷയം. അവര് അഡ്മിൻസ് ഇതാ പറഞ്ഞത്. ഇത് ചെയ്യാനാ നിർത്തിപ്പിച്ചാണ് ആ പാട്ട്. അല്ലല്ലേ വിഷയം വിഷയം അത് വിഷയം. ആബ്സല്യൂട്ട്ലി സൂപ്പർ. സത്യം. നൈസ് വൺ, ഗുഡ് ജോബ്. ഇതെന്താ ഞാൻ എന്തെങ്കിലും മിസ്റ്റേക്ക് അടിക്കുന്നത് നീ കണ്ടാണോ സ്കൈയെ? ഇല്ല ഇല്ല, ഇതെന്താ ഇത്ര സമയം? ഇതെന്താ സമയം കൂടി പോണേ? അതാ ഞാൻ അവരൊരു എക്സ്ട്രാ ഗിയർ എടുത്ത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടോ? സോറി, ഡീമൺ എന്ന് വെച്ചിട്ട് അവന് റെസ്പോൺസ് ഇല്ല. ഹിറ്റ്മാൻ എത്തി. ഇതല്ലേ അപ്പൊ ഒറിജിനൽ? ഞാൻ ഓർത്ത് എന്താന്ന് അറിയാ, നീ പാട്ട് പാടി കൊടുത്തെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് നീ ഒറിജിനൽ മറ്റേ കരോക്കെ ഇല്ലാതെ പ്ലേ ചെയ്യുന്ന വിചാരിച്ചേ. അടിപൊളി, നൈസ് വൺ. കേരളത്തിൽ നമുക്കൊരു കോൺസേർട്ട് നടത്തണം. അല്ല, കേരളത്തിൽ വരുമ്പോ നീ ഒരു ടിക്കറ്റഡ് ഷോ ആക്കണം കേട്ടോ, അതാകുമ്പോ എടുക്കാതിരിക്കാലോ. ഇല്ല, ഇത് ഒരു പ്രാവശ്യം കേട്ടോണ്ട് അതിന് പുതുമ അങ്ങനെ ചേട്ടാ ഞാൻ വന്നതാ. നീ എന്തിനാ എന്നെ അറിയായിരിക്കുന്നത് വഴി. ബോധമില്ലാതെ ഉണ്ടാക്കിയതായത്. അതൊന്നും അല്ല, എന്റെ വണ്ടിക്ക് കൺട്രോളില്ല. സോങ് കൂട്ടാനായിരുന്നു. ഇതൊക്കെ ഹെയ്റ്റ് ക്യാമ്പയിൻ അല്ലേ ഇതൊക്കെ? അതെ, ഞാൻ എന്റെ കോൺസേർട്ടിനൊക്കെ പോകുന്ന സമയത്ത് ഇംഗ്ലീഷ് പാട്ട് പാടുമായിരുന്നു. ഭയങ്കര റെസ്പോൺസ് ആയതുകൊണ്ട് നിർത്തി. പ്രൊണൗൺസിയേഷനൊക്കെ അടിപൊളി ആൾക്കാരുടെ അടുത്ത് പറഞ്ഞത്. അപ്പൊ നീ ഇംഗ്ലീഷിൽ ചെയ്തിട്ടില്ല. അതൊക്കെ ഉണ്ടല്ലോ അളിയ. നിനക്ക് കാര്യം, എന്റെ ഹൈയസ്റ്റ് RP വാച്ചിങ് അതാണ്. ഗ്രാൻഡ് RP ആണ് എന്റെ ഹൈയസ്റ്റ് വാച്ചിങ്. അതും റാൻഡ് ഒറ്റയ്ക്ക് കളിച്ച RP. പക്ഷെ അന്നല്ലടാ, അടുത്ത ദിവസം അവനെ പരിചയപ്പെട്ട് ഞാൻ ഇവിടെ ഒരു അണ്ടർവേൾഡ് ഉണ്ടാക്കിയില്ലേ, ആ ദിവസമായിരുന്നു ഏറ്റവും കൂടുതൽ വാച്ചിങ് പുള്ളി ചെയ്ത RP. അതൊക്കെ ആയിരുന്നു RP. അവൻ എന്നെ അവന്റെ ഫാമിലിയിലൊക്കെ ഇൻവൈറ്റ് ചെയ്ത് എന്നെ വെടിവെക്കാനൊക്കെ കൊണ്ടുപോയി. എന്റെ ആളെ എന്ത് രസമായിരുന്നു അറിയോ. സെമോ 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 എനിക്കിപ്പോഴും മെസ്സേജ് അയക്കൂടാ. ഇടയ്ക്കൊക്കെ മെസ്സേജ്, ഹൗ ആർ യു ബ്രോ. ഇപ്പം വേറെ സെർവറാ കളിക്കുന്നത്, റഷ്യൻ സെർവർ. അപ്പൊ അത് കളിക്കാൻ വരുന്നുണ്ടോന്നൊക്കെ ചോദിക്കും എന്നോട്. ഞാൻ ആ സമയത്ത് SRR ഫാൻ ബോയ് ആയിരുന്നു. എന്നെ ശല്യം ചെയ്യല്ലേ, സൈഡിലോട്ട് മാറണേ. ഒരു കുഴപ്പമില്ലാണ്ട് ഞാൻ എങ്ങനെ ഓവർടേക്ക് ചെയ്യാനാ? കുഴപ്പമില്ല, പ്രഷർ ആവണ്ട ടീം, പ്രഷർ ആവണ്ട. പോലും പിടിച്ചിട്ടില്ല. അതാ പയ്യെ മതി, പ്രഷർ ആണ്, ഒന്നും ചെയ്യാനില്ല, ഇനി കേറാൻ പറ്റൂല. അത് നീ മനസ്സിലാക്കിയാ മതി. എന്നെ ഇടക്കിടക്ക് ഒരു പനി പിടിച്ച പേഷ്യന്റ് എന്നെ ഇങ്ങനെ ഇടക്കിടക്ക് ശല്യം ചെയ്യുന്നുണ്ട്. പാനിക്കാവാൻ നോക്കണല്ലോ. ഇവിടെ കാണിക്കണം. അങ്ങനെ ഒന്നും ഡൈവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളെ അല്ല ഞാൻ. സംഭവം ഫോളോവേഴ്സ് കുറച്ച് കൂടിയ ആളായതുകൊണ്ട് റേറ്റ് കുറച്ച് കൂടും.
അതാണ് അങ്ങനെ പുറത്ത്. ഈ വണ്ടി ഒരു വളവിനും ബ്രേക്ക് ഒന്നും ചോട്ടണ്ട, നിങ്ങൾ ചുമ്മാ വളച്ചുവാ. അങ്ങനെയാ വരുന്നത്. ഈഗളും അതേപോലെ പോകുന്നേ. മിസ്റ്റേക്ക് ഒന്നും ഇല്ലല്ലോ, ഞാനും മിസ്റ്റേക്ക് ഒന്നും ഇല്ല. പക്ഷെ കാര്യമില്ല, ഡിസ്റ്റൻസ് അറിയത്തില്ല. മിസ്റ്റേക്ക് എക്സ്പെക്ട് ചെയ്തിരിക്കുവാണെങ്കിൽ ഒരിക്കലും നടക്കൂലടാ അത്. കാരണം എടാ ഞാൻ ഗ്ലൗ ഇട്ടാ കളിക്കണേ. ഗ്ലൗ ഊരിയ പിന്നെയും പറയാം, കണ്ടില്ലടാ ഞാൻ മിണ്ടായിരിക്കുന്നുണ്ട്. ഞാൻ എന്നാ പോയി എന്റെ ബൈക്കിന്റെ ഗ്ലൗ എടുത്തോണ്ട് വിട്ടെ. ഗ്ലൗ ഇട്ട് എന്നെ പേടിച്ചേ പറ്റുള്ളൂ നിങ്ങള്. ഞാൻ ഇവിടെ മറ്റേ ഡെലിവറി ബോയ്ക്കായിട്ട് പോണ പോലെയാണ് ഞാൻ വണ്ടി ഓടിച്ചോണ്ട്. ഒരു വികാരമില്ലാത്ത കാർ. എന്താ ചേട്ടാ എന്താ പറഞ്ഞേ? ഇല്ല ചെയ്തില്ല. നാളെ ഏത് മാച്ചാണ്? നാളെ ബെൽജിയം സ്പെയിൻ. ഗൈസ് എനിക്കറിയാം നിങ്ങൾക്ക് ഒരു കോമ്പറ്റീഷൻ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഒരു എന്റർടൈൻമെന്റ് കിട്ടുന്നില്ലെന്ന്. പക്ഷെ എന്ത് ചെയ്യാനാ, ഞാൻ ഇച്ചിരി ബെറ്റർ ആയിപ്പോയി ഗൈസ്. ഇവരെക്കാളൊക്കെ ഞാൻ കുറച്ച് അടിപൊളിയായിപ്പോയി, ഞാൻ കുറച്ച് കിടിലും ആയിപ്പോയി, ഞാൻ കുറച്ച് നൈസ് ആയിപ്പോയി, ഞാനിതിൽ കുറച്ച് ഗ്രൈൻഡ് ചെയ്ത് പ്രോ ആയിപ്പോയി. എന്ത് ചെയ്യാൻ പറ്റും? അതിലൊന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഗൈസ്, അതിലൊന്നും ചെയ്യാനില്ല. ഞാൻ കുറച്ച് അടിപൊളിയായി. ഞാൻ പവർഫുൾ ആയിട്ടിരിക്കുന്ന സമയത്ത് നിനക്ക് എന്നെ തൊടാൻ പറ്റിയില്ല. പോടാ കണ്ടി. നീ റെഡ് ബുള്ളും കഴിച്ച് നീ കുടിച്ച് നീ ഇങ്ങനെ എനർജി ആയിട്ടിരിക്കുന്നു. നമ്മള് ചോറും കഴിച്ച് ഉള്ള എനർജി പോയി. നോ കോമ്പറ്റീഷൻ ബ്രോ, സീരിയസ്ലി എനിക്കിത് മടുത്തു തുടങ്ങി. കോമ്പറ്റീഷൻ ഇല്ല, എനിക്കിത് മടുത്തു തുടങ്ങി. എനിക്കിത് വേണ്ട, ഞാൻ ഈ ഗെയിം നിർത്തുക. ഗോട്ടായി കഴിഞ്ഞാൽ ഞാനൊരു കളി നിർത്തുക. അങ്ങനെയാണ് ഈ ബോട്ടർ അടിച്ച് വാലന്റ് നിർത്തുക. ഇതൊക്കെയാണ് എന്റെ ഹരം. ഞാൻ നിർത്തുക. ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പോട്ടാ. 9-0 ഒക്കെ അടിച്ചൊരു ദിവസം ഉണ്ടായിരുന്നു. ഇപ്പൊ 4 ആയി. 9-0 ഒന്നും ഇല്ല, അതൊക്കെ വിട്. 9 ഉണ്ട്, ലൈവ് ഉണ്ട്, ഞാനില്ല അന്നത്തെ ദിവസം, ഞാനില്ല. ഉണ്ട്, ഇവണ്ട് ഉണ്ട്, എല്ലാരും ഉണ്ട്. അല്ല 8 അല്ല 9 ആണ്. 900 ഇല്ല 900 6 ഗോട്ട 6